ഇക്കൂട്ടത്തിൽ ആരെങ്കിലും പേരെടുത്തറിയാവൂടാ? ആ നിൽക്കുന്നത് സുലൈമാനിക്ക. കഴിഞ്ഞ ഇലക്ഷന് നമുക്ക് ബൂത്ത് കിട്ടുന്നതിനിടയിൽ ഒരുത്തൻ കുത്തുകൊണ്ട് ചത്തില്ലേ, കുഞ്ഞാലി, ഓന്റെ ബാപ്പയാ. ചാക്കോ, ഒന്ന് മാറ്റാൻ പറ. വീടും കുടിയും നഷ്ടപ്പെട്ടവർക്കൊക്കെ ഇന്ന് തന്നെ വേണ്ടത് ചെയ്തു തരണമെന്ന് കളക്ടറോട് ഞാൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഡൽഹിയിൽ നിന്ന് ഒക്കെ കിട്ടിയില്ല എല്ലാവർക്കും? ആ, ഇത് നമ്മുടെ കുഞ്ഞാലിയുടെ ബാപ്പയല്ലേ? അതെന്താ സുലൈമാനൊക്കെ കണ്ടാൽ എനിക്ക് അറിയാൻ പാടില്ല എന്ന് വിചാരിച്ചോ നിങ്ങള്? ആ, കഷ്ടനഷ്ടങ്ങളുടെ കണക്ക് വെച്ച് ഓരോ അപേക്ഷ എഴുതി എല്ലാവരുടെയും കയ്യിൽ നിന്ന് ഒപ്പിടിച്ച് വാങ്ങിക്കണം. നമുക്ക് ഫോർവേഡ് ചെയ്യാം. ശരി. ആ, നോക്കട്ടെ, സർക്കാരിന്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കൂടെ ഒക്കെ വാങ്ങിച്ചെടുക്കാം നമുക്ക്. ആ, കുടിക്കാണ്ട് കാലിച്ചായെങ്കിലും കൊടുത്തോളാം അവർക്ക്. ഇല്ല സാർ. അയ്യേ, വേഗം കൊടുക്ക്. ഇതിലേതാ കുഞ്ഞാലിന്റെ വീട്? ഓ, കഷ്ടം. ആണൊരുത്തനായിരുന്നു. അവൻ കൂടെ ഉള്ളപ്പോ നമുക്ക് എന്തിനും ഒരു ധൈര്യമായിരുന്നു. ആ, വാങ്ങിച്ചോടാ. എന്റെ ബാപ്പാന്റെ വലിയ ദോസ്തായിരുന്നു ഞമ്മള്. പഠിപ്പിക്കണുണ്ടോ രണ്ടുപേരെയും? ആ, ഡാ, തൽക്കാലം പുലകെട്ടി മേയാനോ ഓട് വലിക്കാനോ ആർക്ക് എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തോണം. അതിന് കണക്കൊന്നും നോക്കണ്ട. അത് പിന്നെ ഇത്ര പെട്ടെന്ന്? കാശില്ലെങ്കിൽ ആരോട് അങ്ങനെ കടം വാങ്ങണം, അല്ലെ പലിശ കിടക്കണം. കാര്യം നടക്കട്ടെ. ദാ, ഇക്കയുടെ കാര്യം പ്രത്യേകിച്ച്. ഡൽഹിയിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ ഓഫീസിൽ. ആ, ജയകൃഷ്ണൻ ഹിയർ. പുട്ട് മീ ഇൻ ലൈൻ. പെട്ടെന്ന് പഠിച്ചു വളർന്നോളാം കേട്ടോ. അനക്ക് പറ്റിയൊരു പണി ഞാൻ തരപ്പെടുന്നുണ്ട്. ആ, നമസ്തേ നമസ്തേ പ്രസാദ്. ബോലിയേ ആപ്. ആ, എന്തൊരു ഉളുമ്പ് മണം ആ ചെറുക്കനെ മൂക്കൊലിച്ചതിന്. തോന്നില്ലല്ലോ പുല്ല്. നീ എന്തെങ്കിലും ഒന്ന് എടുത്തേ ഒന്ന് മണപ്പിക്കാൻ. യെസ്. ഫ്രോഡോ? ഫ്രോഡ് നിന്റെ അപ്പൻ. അട്ടിച്ച് ഞാൻ. ആ, എവിടോ? എവിടെയെന്ന്? ആ, ദാ ഉണർന്നല്ലോ. വന്നപ്പോ മുതൽ ഉറക്കായിരുന്നു. ഇപ്പൊ അവൻ അറിഞ്ഞാണ് പപ്പ ഡൽഹിന്ന് വന്നെന്ന്. എല്ലടി നീ കൂടെ? മിനിസ്റ്റർ എത്തി. ആ, നീ ആ തങ്കത്തിനെയും കൂട്ടി അകത്തോട്ട് എടുത്ത് അയാൾക്ക് ഒരു കമ്പനി ആവട്ടെ. ആ, നീ ആ ചാക്കോയെ വിളിച്ച് അപ്പുറത്തോട്ട് മാറ്റി നിർത്തി രണ്ടെണ്ണം ഒഴിച്ചു കൊടുത്തേ. പിടിപ്പിച്ചോട്ടെ. നമസ്തേ ജി. മതിയടോ തങ്കച്ച കുറേശ്ശേ. ചുമ്മാതല്ല, കണ്ടല്ലോ ലേറ്റ് എഡിഷൻ. 4 കാളമാണ് ഞാൻ കയ്യിന്നിട്ട് കാച്ചിരിക്കുന്നത്. പ്രസ്താവന കണ്ടേ. ആ, പിന്നെ എങ്ങനെ ഇരുന്നു കോൺഫറൻസ്? രാവിലത്തെ സംഭവങ്ങളൊക്കെ നല്ല വിസ്തരിച്ച് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചിട്ടുണ്ട്. എയർപോർട്ടിൽ നിന്ന് ഇവിടം വരെ. ആ, എന്നാ പിടിച്ചോ. എന്തായാലും കളക്ടർ ആള് കൊള്ളാം അല്ലേടോ? പന്ന ഞങ്ങളുടെ മെത്രാച്ചന്റെ അനന്തരവനായിപ്പോയി. അല്ലെങ്കിലും താനൊന്നും അയാളൊരു ചൊറിയാൻ പോണല്ലോ. തിരുവനന്തപുരത്ത് ആ പൾസ് ഞാനതങ്ങ് ഡൽഹിയിൽ നിന്ന് അളന്നു. എന്ന് വെച്ചാ എടോ, ക്രമസമാധാന പാലനത്തിന്റെ വെല്ലുവിളി സ്വയം ഏറ്റെടുത്ത് കലാപകാരികൾക്ക് നേരെ നിറയൊഴിക്കാൻ ഉത്തരവിട്ട കർമ്മധീരനും ജനപ്രിയനുമായ ജില്ലാ കളക്ടറെ അങ്ങനങ്ങ് കൈയൊഴിയാൻ തലസ്ഥാനത്ത് വെറും തടിക്കസേരയിൽ അരുളി മരുവ കുഞ്ഞിരാമന് കഴിയില്ല. ഇമേജ് നോക്കണ്ടേ? ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. എന്നാലും ഇതൊരു അഭിമാനക്ഷതമാണ്. അതും മാനാഭിമാനമുള്ളവർക്ക്. ഈയാക്കല്ല. അനുഭവിച്ചോടോ. എന്റെ അമ്മാവൻ ഗോവിന്ദമേനോനെ രാജ്യദ്രോഹി എന്ന് മുദ്രകുത്തിയവനാത്താൻ. അങ്ങേരെ വലിച്ച് താഴെ ഇറക്കി 4 കാലും കൂട്ടി നിലത്തടിക്കാൻ ആള് കൂടിയപ്പോ അന്നേരം വരെ കൂടെ നിന്നിട്ട് തിരിഞ്ഞു കുത്തിയവനാത്താൻ. താൻ അനുഭവിച്ചോ? കാള എന്റെ മെമ്പറെ, കഴിഞ്ഞത് കഴിഞ്ഞില്ലേ? അല്ല, അതിപ്പോ ഈ ഘടകകക്ഷികളെ കൂട്ടി ഞാനൊന്ന് പ്രഷർ ചെലുത്തി നോക്കിയാലോ? കുന്തം. എടോ, പെരുവഴി കൂടെ ചുമ്മാ നടന്നു പോകുന്ന ഏതെങ്കിലും ഒരു എരപ്പാളി തിരിഞ്ഞു നിന്ന് ഒരാട്ടാട്ടിയാൻ അതിന്റെ പേര് രാജിവെക്കുന്ന പാർട്ടിയോടാണോ പ്രഷർ? നിങ്ങൾ ബ്ലാക്ക് മെയിൽ ചെയ്താൽ അയാൾ റിസൈൻ ചെയ്യും. അതോടെ തീരും ഈ കളി. പിന്നെ താനൊക്കെ കമഴ്ന്ന് കിടന്ന് നടുവര. അയ്യോ, അങ്ങനൊന്നും പറയാതെ എന്റെ പൊന്നെ.
ആ പിന്നെ തനിക്ക് ഒരു കാര്യത്തിൽ പ്രഷർ ചെലുത്താം. ദാറ്റ് ഈസ് ഫോർ കമ്മീഷണർ ശങ്കർ. കൃത്യവിലോപത്തിന്റെ പേരിൽ നടപടി വരാതിരിക്കാൻ അവന് വേണ്ടി താനൊന്ന് കരഞ്ഞ് കാലു പിടിക്കണം ക്യാബിനറ്റിൽ. അറിയാമല്ലോ, ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്, ബെസ്റ്റ് മാൻ. ഡൺ. ഗുഡ്. എന്താടാ? അമ്മാവൻ തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. 5:30 എത്തും. കാണുന്ന മെസ്സേജ് ഉണ്ട്. ആ എന്നാ പിന്നെ നമുക്ക് വരുന്നോ കാണാൻ? ഏയ് ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഫേസ് ചെയ്യാനൊരു ഗുരുവായൂരപ്പാ പ്രിയ തുടക്കടാ. കുന്തം നല്ലവണ്ണം തുടക്കടാ. അങ്ങനെ നാണപ്പാ, എന്തോ ഇതുപോലെ എന്റെ കോണകം പിഴിഞ്ഞ് പുറകെ നടന്നവന്മാര് പലരും ഇന്ന് കേന്ദ്രമന്ത്രിമാരാ, അറിയാമല്ലോ. ആ ശരിക്കും തുടച്ചോ. അങ്ങനെ തുടച്ചോ. ആ വന്നല്ലോ. എന്താടോ മുഖത്തൊരു കള്ളലക്ഷണം? ഏയ് ഒന്നുമില്ല. വാടോ. എടോ, സ്റ്റേറ്റ് പോലീസിലെ ഒരു വലിയ വിഭാഗത്തിന് ഇപ്പോഴും കൂർ എന്നോടാ. അതറിയാമല്ലോ എനിക്ക്. ഇവിടെ നടന്ന ലഹളയെ കുറിച്ച് ചില വിവരങ്ങള് അവരെന്നെ ധരിപ്പിച്ചു. ആ ഇന്റലിജൻസുകാരെ. എന്താടോ ഒരു ചിരി? അല്ല, ഗുരുവായൂർ നേതിച്ച കദളിപ്പഴം വേണോ അതോ ഒരല്പം നുണ കേൾക്കുന്നു ചോദിച്ചാൽ ആദ്യം നുണ പോരട്ടെ എന്ന് പറയുന്നതാണല്ലോ ശീലം. അതോർത്തപ്പോ ഇവിടുത്തെ ബഹളങ്ങളൊക്കെ കരുതിക്കൂട്ടി പ്ലാൻ ചെയ്തതാണെന്നും വെടിയേറ്റ് മരിച്ചവരിൽ ചിലർക്ക് ചില ബോംബെ കണക്ഷൻസ് ഉണ്ടെന്ന് നോക്കിയാണ് സൂചനകൾ. എന്തൊക്കെയോ ചില തുരുമ്പുകൾ കിട്ടിയിട്ടുണ്ടത്രേ. എന്താ, എന്തെങ്കിലും അറിഞ്ഞോ? അന്വേഷിച്ചോ നീ? അമ്മാവൻ എന്താണ് ഈ വളച്ചു കിട്ടുന്നത്? മനസ്സിലാവില്ല എന്ന് വാശി പിടിക്കരുത് കുഞ്ഞെ. നിനക്കും ഉണ്ടല്ലോ ചില ബോംബെ കണക്ഷൻസ്. കണ്ടോ, സൂക്ഷിച്ചു നോക്കിയാലേ കാണൂ. പക്ഷേ നിന്റെ മുഖമൊന്ന് വിളറി. അമ്മാവൻ വെറുതെ. അല്ല കുഞ്ഞെ, അമ്മാവൻ വെറും വാക്ക് പത്രക്കാരോടെ പറയാറുള്ളൂ. എടോ, എന്നാലേ പോലീസിൽ നിന്ന് ആരും ഒരുത്തനെ സംശയിക്കുന്നുമില്ല, എനിക്കൊരുത്തനും റിപ്പോർട്ട് തന്നിട്ടുമില്ല. പക്ഷെ ഞാൻ എന്തൊക്കെയോ കെട്ടിച്ചമച്ച് പറഞ്ഞപ്പോ ഞാൻ ആകെ ഒന്ന് പിടച്ചു. എന്താടോ, ഒക്കേറ്റിന്റെ പിന്നിലെ ഒരു സൂത്രധാരന്റെ വേഷമുണ്ടോ തനിക്ക്? എടോ, കുഞ്ഞികൃഷ്ണേട്ടൻ മരിച്ചിട്ട് നിന്നെയും നിന്റെ അമ്മയും ഞാൻ തറവാട്ടിലേക്ക് തിരിച്ചു കൂട്ടിക്കൊണ്ടു പോരുമ്പോ അരയിലൊരു ജപിച്ചു കെട്ടിയ കറുത്ത ചരടാ നിന്റെ വേഷം. അന്നു മുതൽ ഇന്നോളം നിന്റെ വളർച്ച 2 കണ്ണും നിറഞ്ഞ് കണ്ടവനാ ഞാൻ. എനിക്കറിയാം, അഹിംസാവാദിയായിരുന്ന അച്ഛന്റെ പ്രകൃതമല്ല, പകയും പ്രതികാരവും എതിരാളിയെ കൊന്നൊടുക്കാതെ ഉറക്കം വരാത്ത വാശിയുള്ള എന്റെ ചോരയാ നിനക്ക്. അതുകൊണ്ടാ എനിക്ക് ഭയം. കുഞ്ഞെ, എന്തിനാ നിന്റെ ഈ പുറപ്പാട്? അനന്തരാവകാശികൾക്ക് വേണ്ടി 500 കോടിയുടെ സാമ്രാജ്യം ഉണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ട് ഒടുവിൽ ആയുധം വെച്ച് കീഴടങ്ങി നാണം കെട്ടി ഇറങ്ങിപ്പോരേണ്ടി വന്നില്ലേ? അതിന് പ്രതികാരം ചോദിക്കാൻ. എനിക്ക് അങ്ങനെ ഒരു പ്രതികാരം വേണ്ടാന്ന് വന്നാലോ? ആയുസ് അടുക്കുന്നതിന്റെ നിസ്സംഗത, അല്ലെങ്കിൽ സെനായിൽ ഡെലിൻക്വൻസി. 21-ാം വയസ്സിൽ പ്രഫുറാം എസ്റ്റേറ്റ് കൊലക്കേസിൽ 1-ാം പ്രതിയായി ജയിലിൽ പോയ ചങ്കൂറ്റത്തിന് ജരാനരകൾ ബാധിച്ചു. ഞാനങ്ങ് സമാധാനിക്കും. പക്ഷെ ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞു, ചതിച്ച താഴെ ഇറക്കിയവരിൽ നിന്ന് എന്നെങ്കിലും ഞാൻ ഈ നാടിന്റെ ഭരണം തിരിച്ചു പിടിക്കും. എനിക്കത് വേണ്ടെങ്കിലോ? അയ്യോ, അമ്മാവന് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. ടു ബിൽഡ് മൈ ഓൺ എംപയർ. തനിക്കെന്ത് പ്രാന്താണോ? അല്പം മുമ്പ് പറഞ്ഞില്ലേ, ചോരയുടെ നിറം, ചോരയുടെ വീര്യം. സഹനത്തിന്റെയും അഹിംസയുടെയും പാതയിൽ ഒരു പുരുഷായി സപ്പാടെ ജയിലിലും സമരങ്ങളിലും ഹോമിച്ച് കളഞ്ഞിട്ട് ഒടുവിൽ സ്വതന്ത്ര സുന്ദര ഭാരതത്തിൽ കൊക്കി കൊരച്ച് കുടലുപരുത്ത് മരിച്ച കുഞ്ഞികൃഷ്ണ വാര്യരുടെ ഗാന്ധിയൻ രക്തമല്ല, പകരം ആ മനുഷ്യന്റെ മെല്ലിച്ച കൈകൾ എടുത്തു പിടിപ്പിച്ച കൊടിയും കൊണ്ട് അങ്ങ് ആകാശം മുട്ട വളർന്നു കയറിയ എന്റെ അമ്മാവന്റെ രക്തം, അത് തന്നെ എന്റെ സിരകളിൽ ഒഴുകുന്നത്. എനിക്ക് പ്രതികാരം ചെയ്തേ പറ്റൂ. ഇറ്റ് ഈസ് ആസ് സിമ്പിൾ ആസ് ദാറ്റ്. പാവം, ജീവിതത്തിൽ ആദ്യമായിട്ടാ ആ മനുഷ്യന്റെ മുഖത്ത് നോക്കി ആരെങ്കിലും ഇത്രയൊക്കെ വിളിച്ചു പറയുന്നത്. നിനക്കറിയാവടാ, എന്റെ മുമ്പിൽ ഗോവിന്ദമേനോൻ നിന്ന് ചുരുങ്ങുന്നത് കണ്ടപ്പോ ഒറ്റത്തുള്ളി മദ്യം കഴിക്കാതെ ഒരു കുപ്പി അകത്തിയെടുത്തിയ ലഹരി തോന്നിയടാ എനിക്ക്.
ഷ്രൂഡാണത്രേ, ഷ്രൂഡ്. കിങ് മേക്കർ ആണത്രേ. ഒരു പുല്ലുമല്ലടാ. ആയിരുന്നെങ്കിൽ അങ്ങ് ഡൽഹിയിലിരിക്കും വെറും ഒരു കൊടിച്ചിപ്പട്ടിയെ പോലെ ഇയാളെ ഇങ്ങനെ ചവിട്ടി പുറത്താക്കില്ലായിരുന്നു. കെട്ടിച്ചമച്ച ഇന്റലിജൻസ് ക്രാപ്പ്. അനന്ത, നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഒരു തീപ്പൊരി, ഒരു സ്ഫോടനം, ലഹള, വെടിവയ്പ്, 12 മനുഷ്യജീവൻ മതിയടോ. സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരുന്നു എന്ന് ചോദ്യചിഹ്ന സഹിതം മുഖപ്രസംഗം എഴുതാൻ ഇവിടുത്തെ പത്രങ്ങൾക്ക് നമ്മളൊരു അവസരം ഉണ്ടായി കൊടുത്തില്ലേ? അതൊരു ചെറിയ കാര്യമല്ല. ആണോടാ? അല്ല. ചിരിക്കുന്നോടാ കള്ളത്താ തോന്നി. അനന്തൻ, എനി മെസ്സേജ് ഫ്രം യുവർ ബോംബെ ബോസ് വിക്രം ഖോർപ്പടെ? വിക്രംജി നേപ്പാളിലാണ് സർ. ഒരു വെക്കേഷൻ. ഹി ഈസ് ഓൺ എ ഗാംബ്ലിംഗ് സ്പ്രീ. വിളിക്കുമ്പോ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞേക്കണം, നിന്നെ എനിക്ക് വിട്ടു തന്നതിന്. ജലാൽ, ഗെറ്റ് ഹിം എ ഡ്രിങ്ക്. യെസ്. ലഹളയിൽ കൊല്ലപ്പെട്ട നിന്റെ 2 ആൾക്കാരെയും പോലീസ് ഒരു കാലത്തും തിരിച്ചറിയില്ല. കമ്മീഷണർ ശങ്കർ അത് ഉറപ്പാക്കി. താങ്ക് യു. വെൽക്കം. പിന്നെ ഒരുത്തിനെ നമ്മൾ നേരത്തെ തട്ടിയില്ലേ? വാട്ട് ഡിഡ് യു ഡു വിത്ത് ദ ബോഡി? എവിടെ കൊണ്ടുവന്ന് ഒതുക്കി? ഇറ്റ്സ് ടേക്കൻ കെയർ ഓഫ് സർ. ഭദ്രം. പാവം. ഇൻവെസ്റ്റിഗേറ്റീവ് ഫോട്ടോ ജേർണലിസത്തിന്റെ ഒരു അകാല ചരമം. എന്താ കമ്മീഷണറിന്റെ പേര് പറഞ്ഞിരുന്നല്ലോ? വാട്ട് വാസ് ദാറ്റ്? മധുകുമാർ, ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫർ. ആ, ഇയാളെ കാണാതായിട്ടിപ്പോ ഇന്നേക്ക് 4 ദിവസമായി സാർ. ടൗണിലെ ലഹളയും കുറ്റമൊക്കെ ഉണ്ടായ അന്ന് രാത്രിയില്ല. എന്താ ലഹളക്കാരുമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടായിരുന്നോ മകന്? അയ്യോ, അങ്ങനെയൊന്നും. അന്ന് രാത്രി ഫോൺ ചെയ്തിരുന്നു, ആ, പിന്നെ ഇതുവരെ യാതൊരു വിവരവുമില്ല. അതെ റിട്ടയർഡ് സ്കൂൾ മാഷാണല്ലേ? സാർ. അപ്പൊ കാര്യഗൗരവമില്ലാഞ്ഞിട്ടല്ല. അയ്യോ സാർ, എന്നിട്ടും സ്വന്തം മകനെ കാണാതായി 4 ദിവസം തികയുമ്പോഴാണ് വിവരം പോലീസിലൊന്ന് ധരിപ്പിച്ചു കളയാമെന്ന് മാഷക്ക് തോന്നുന്നത്. വൈ? സത്യം പറയാമല്ലോ സാർ, 2 കുട്ടികളായിരിക്കും, ഒരു മകനും മകളും. അമ്മയില്ലാതെ വളർന്നവരായതുകൊണ്ട് ശാസിച്ചിട്ടില്ല, ഒന്നും തടഞ്ഞിട്ടുമില്ല. ഈ ഫോട്ടോഗ്രാഫിയിൽ കമ്പം കയറിയ നാൾ മുതൽ മകൻ ഇങ്ങനെയാണ്. ഇടയ്ക്ക് ആരെങ്കിലും പത്രക്കാരോട് കമ്പനി കൂടി കാട്ടിലും മലയിലുമൊക്കെ ആരോടും പറയാതെ ഒരു യാത്രയാ. പിന്നെ എവിടെയെങ്കിലും ചെന്നിട്ടാവും വിളി. അതുകൊണ്ട് 1 or 2 ദിവസം വീട്ടിൽ വന്നില്ലെങ്കിലും മനപ്രയാസം ഉണ്ടാകുമെന്നല്ലാതെ ഇങ്ങനെ. മുമ്പ് 1-2 തവണ കാണാണ്ടായപ്പോ ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തിരുന്നു. പിന്നെ പോലീസുകാർക്ക് തന്നെ അതൊരു തമാശ ആയോ എന്നൊരു സംശയം. തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ചിലപ്പോ വാതുക്കൾ എന്നെ പ്രതീക്ഷിച്ച മകൻ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ശരി മാഷെ, ഞാൻ അന്വേഷിപ്പിക്കാം, വിഷമിക്കണ്ട. ഒരുപക്ഷെ ഇതും മകന്റെ ഒരു പതിവ് തമാശയാണെങ്കിലോ? തിരിച്ചു ചെല്ലുമ്പോ ആള് വീട്ടിലുണ്ടാവുമെങ്കിലോ? എന്താണെന്ന് എനിക്കറിയില്ല കുട്ടി. ഇക്കുറി അവനെ കാണാണ്ടായപ്പോ പോലെ എന്തോ ഒരു ആപൽഭീതി പോലെ. മുമ്പെങ്ങും തോന്നിയിട്ടില്ലാത്ത ഒരു ഭയം. ഒരുപക്ഷെ കൂടുതൽ വയസ്സാവടേന്റെ ആവാം. മനസ്സിലൊരു പേടി തോന്നി തുടങ്ങിയിട്ട് അങ്ങോട്ട് നിയന്ത്രിക്കാൻ പറ്റണില്ല, സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അയ്യേ സാരമില്ല, ദാ ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചു പറയാം. ഹലോ കസബ, ACP പ്രസാദ്, നോട്ട് ചെയ്തോളൂ. ഒരു മാൻ മിസ്സിംഗ് പെറ്റീഷൻ. ഞാൻ ഫോട്ടോയും ഡീറ്റെയിൽസും അങ്ങോട്ട് കൊടുത്തു വിടുന്നു. പിന്നെ കഴിഞ്ഞ 4 ദിവസത്തിനുള്ളിൽ ഇവിടെയോ റൂറലോ എവിടെങ്കിലും തിരിച്ചറിഞ്ഞിട്ടില്ലാത്ത ഏതെങ്കിലും ബോഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് I will call later. Sorry sir. മകൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമെന്നതിന് അർത്ഥമില്ല. ഞാൻ അതിന്റെ ഒരു യൂഷ്വൽ പ്രൊസീജിയർ ഇനിഷ്യേറ്റ് ചെയ്തേ ഉള്ളൂ. സാർ ധൈര്യമായിട്ട് വയ്ക്കുള്ളൂ. ഒരു കുഴപ്പമില്ല മാഷേ. തിരിച്ചെത്തുമ്പോ വാതുക്കെ തന്നെ അച്ഛനെ കാത്ത് മകൻ നിൽപ്പുണ്ടാവും. അപ്പൊ ശരി മാഷേ. യെസ്, ഗുഡ് മോർണിംഗ് സർ. Sir, I will make it. Sharp 6:30. Sir.